Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ് ട്ടോ. സ്മാഷബിൾ കേക്ക് അല്ലെങ്കിൽ പിനാട്ട കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു കേക്കാണിത്. സാധാരണയായിട്ട് ഈ കേക്ക് ചെയ്യുന്നത് സിലിക്കൻ്റെ മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ട്ടോ. അപ്പോൾ നമുക്ക് പല ഷേപ്പിലുള്ള മോൾഡും വാങ്ങിക്കാൻ കിട്ടും. സിലിക്കൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ളതും ജോമെട്രിക് ഷേപ്പിലുള്ളതും അതുപോലെ ബോൾ ഷേപ്പിലുള്ള മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു മോൾഡൊന്നും ഉപയോഗിക്കാതെ കേട്ടോ, സിലിക്കൻ്റെ മോൾഡ് ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്മാഷബിൾ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് തന്നെ ആവണമെന്നില്ല, ഡാർക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ റെഡിൻ്റെ റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ്. ഇത് നമ്മൾ സ്ട്രോബെറി അതുപോലെ കിവിയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോക്സ്, ആ ഒരു ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കളയുന്ന ബോക്സ് ആണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യം ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തും ആക്കുക. ഈ വക്കിലൊക്കെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായതിന് ശേഷം വേണം പിന്നെ അടുത്ത കോട്ടിങ് കൊടുക്കാൻ. അങ്ങനെ ചെയ്താലേ ഉള്ളൂ ഇത് പൊട്ടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ആക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ അത് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ അല്പം ചോക്ലേറ്റും കൂടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്കും കൂടെ കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റിൽ 3 ബാറായിട്ടുണ്ടാവില്ലേ, അതിൽ 1 ബാറാണ് കേട്ടോ മൊത്തം ഈ ഒരു നമുക്ക് കേക്കിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ആദ്യം ഒഴിച്ചു കൊടുത്തത് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വക്കിലൂടെ ആദ്യം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം വക്ക് അത്യാവശ്യം നല്ല കട്ടി വേണം, അല്ലെങ്കിൽ നമ്മളിത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ഉള്ളിലൊക്കെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് സെറ്റായി വന്ന് ഇതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ മോൾഡിൽ നിന്ന് ഒന്ന് വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ സിലിക്കൻ്റെ മോൾഡാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ചെറിയ മോൾഡ് ആയതുകൊണ്ടും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ എന്തായാലും കളയാനുള്ളൊരു മോൾഡല്ലേ, അപ്പോൾ നമുക്ക് പതുക്കെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസ്പോസിബിൾ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട, പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ സിലിക്കൻ്റെ മോൾഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ പതുക്കെ നമ്മളിത് വേർപ്പെടുത്തി എടുക്കണം കേട്ടോ. സിലിക്കൻ്റെ മോൾഡൊന്നും പെട്ടെന്ന് തന്നെ വിട്ട് പോരും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കുക, എന്നാലേ ഇത് പൊട്ടാതിരിക്കുള്ളൂ. കട്ടിയില്ലെങ്കിൽ ഏത് മോൾഡിലായാലും പൊട്ടിപ്പോരും. അപ്പോൾ ഇതാ നമ്മളിവിടെ ഈ ഒരു മോൾഡിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതുപോലെ വേണമെങ്കിൽ 2 എണ്ണം ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. 2 എണ്ണം ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടും നമുക്ക് മുകളിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കേക്കോ ചോക്ലേറ്റോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അല്പം ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതിൻ്റെ മുകളിൽ ക്രീമാക്കി കൊടുക്കുക. വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു കേക്ക് ആയതുകൊണ്ട് ഷുഗർ സിറപ്പ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മളിവിടെ 3 ലെയറാക്കി കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള ഗ്യാപ്പിൽ ഇതുപോലെയുള്ള കേക്ക് പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി കേക്കിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബോളും കൂടെ നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി. ഇനി ഇതുപോലെ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സിലിക്കൺ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെയുള്ള ഡിസ്പോസിബിളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ചുറ്റിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനമൊക്കെ വെച്ചിട്ടോ ഒന്ന് അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്